ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മന്ന കിച്ചൺ. ഇപ്പോൾ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന മഞ്ഞ് പോലൊരു പുഡിങ് ഞാനും വീട്ടിലൊന്നുണ്ടാക്കി നോക്കി. ആ വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുവാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മന്ന കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. പഞ്ചസാര ഇവിടെ നല്ലതുപോലെ കാരമലായി വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ പുഡിംഗ് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ള ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് പാത്രം ചുറ്റിച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാരമൽ പാത്രത്തിൽ ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സെറ്റാകാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഈ ഒരു പുഡിങ്ങിലേക്ക് 2 മുട്ടയുടെ വെള്ളയാണ് എടുക്കുന്നത്. അത് ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അംശമൊന്നും ബൗളിൽ ഉണ്ടാകാൻ പാടില്ല. ഇനി ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. പാത്രം കമഴ്ത്തി നോക്കിയാൽ പോലും താഴോട്ട് പോകാൻ പാടില്ല. ആ ഒരു വിധത്തിലായിരിക്കണം ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ മുട്ടവെള്ളം ഇവിടെ ചെറുതായിട്ടൊന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1/3 കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല, അല്ലാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസോ പൈനാപ്പിൾ എസൻസോ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. മുട്ടവെള്ളം ഇവിടെ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വിധത്തിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് കാരമലിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പാത്രം നമുക്ക് അടപ്പ് വെച്ചിട്ടോ അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ ഒന്ന് കവർ ചെയ്തെടുക്കാം. അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നതെങ്കിൽ കുറച്ച് ഹോൾസും കൂടി ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം. അടുത്തതായിട്ട് ഞാനൊരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ചിട്ടുണ്ട്. ചെമ്പിലേക്ക് പാത്രം വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ കറക്റ്റ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അലുമിനിയം ഫോയിലൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് പുഡിങ് റെഡിയായോ എന്നറിയാൻ ഒന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്ക് ഇവിടെ നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഈ പുഡിങ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. അങ്ങനെ നമ്മുടെ മഞ്ഞ് പോലൊരു പുഡിങ് ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ തന്നെ സക്സസ് ആയി വന്നിട്ടുണ്ട്. ഇനി ഈ പുഡിങ് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. യൂട്യൂബിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന മഞ്ഞ് പോലൊരു പുഡിങ് നിങ്ങളും കൂടി ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.